ഒന്ന് ചെറിയൊരു ചിന്തയിലേക്ക് നമുക്ക് പോവാം. നോഹയുടെ പെട്ടകം അത് നമ്മുടെ ലൈഫായിട്ട് എങ്ങനെയാണ് റിസംബിൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. നോഹയുടെ പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ ജീവജാലങ്ങളെ കയറ്റാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്ന അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു തമ്പുരാൻ പറഞ്ഞത്. ഒരു വലിയ വെള്ളപ്പൊക്കം വരും, അതിനുള്ളിൽ ലോകം നശിച്ചു പോകും, രണ്ടാമത് റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും എല്ലാ തരത്തിലുള്ള കോമ്പൗണ്ട്സും ദൈവം നോഹയ്ക്ക് കൊടുത്തു. മരം മുതൽ അതുണ്ടാക്കുന്ന ഡിസൈൻ വരെ, അതിനുള്ളിൽ തറകൾ വരെ. ഓക്കെ, നോഹിയും അതിൻ്റെ ഉള്ളൊരു പാസഞ്ചറായിരുന്നു. നമ്മുടെ ലൈഫായിട്ട് എങ്ങനെയാണത് റിസംബിൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും നമ്മളും നമ്മുടെ കൂടെയുള്ളവരോടൊക്കെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് അത് നമ്മളിങ്ങനെ സ്റ്റെയർ ചെയ്തിട്ട് അതൊരു വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ തന്നെ ശ്രമിക്കും. പക്ഷേ ഇത്രയും വലിയ വെള്ളപ്പൊക്കം പോലും വന്നിട്ട് നോഹയുടെ ആ പെട്ടകം വെള്ളത്തിൽ ഒഴുകി നടന്നു എന്ന് പറയുന്നത്. നോഹ ഡിഡിൻ സ്റ്റിയർ ദ ഷിപ്പ്, സ്റ്റിയർ ദ ആർക്ക്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലോ എല്ലാ പ്രതിസന്ധികളും വന്ന് കാറ്റും കോളെല്ലാം വന്നു കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ വിഷമങ്ങളെല്ലാം ദൈവത്തിലേക്ക് അർപ്പിച്ചു. ഹീ വിൽ സ്റ്റിയർ അസ്. നമ്മളെ ഒരു രക്ഷയുടെ ഒരു പാതയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും, വിജയത്തിൻ്റെ ഒരു പാതയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും, സക്സസിൻ്റെ ഒരു പാതയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ആമേൻ.